മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാമദേവൻ തിരികെ വന്ന കണ്ണനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നീ പ്രതാപനെ കാണാൻ നന്നായി, ഇനി ഒരിക്കലും കരുണാലയത്തിലേക്ക് ചെല്ലരുത്. പ്രതാപനെ കാണാനോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ തന്നെ സംസാരിക്കാനോ പോകരുത്. അതെന്താ എല്ലാവരും കൂടി ചേർന്ന് എന്തുകൊണ്ടാണ് അയാൾ എന്നോട് സംസാരിക്കുന്നത് വിലക്കുന്നത്? അത് അയാൾക്ക് ഭ്രാന്താ. വാ തുറന്ന എന്തെങ്കിലും വൃത്തികെട്ട വർത്തമാനങ്ങളെ പറയൂ. അത് കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ എല്ലാവരും തടയുന്നത്, അല്ലാതെ മറ്റൊരു വിരോധം ഉണ്ടായിട്ടല്ല. അപ്പം കണ്ണനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു, ഇയാളുടെ പെരുമാറ്റവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് ഇനി ഈ കാര്യത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? എന്താ അമ്മാവൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എന്ന് കണ്ണനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു. പക്ഷേ പ്രതാപൻ വളകാപ്പ് ചടങ്ങിനിടയ്ക്ക് വന്ന് സംസാരിക്കാൻ ശ്രമിച്ചതിൽ കണ്ണന് സംശയമുണ്ടെന്ന് വാമദേവനും മനസ്സിലാകുന്നുണ്ട്. വാമദേവനോട് കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അയാളെ സൗകര്യം പോലെ ഒന്ന് കാണുന്നു. അയാൾ എന്ത് തന്നെ വൃത്തികേട് പറഞ്ഞാലും അതെന്താണെന്ന്, എൻ്റെ അച്ഛനെ പറ്റി മോശം പറഞ്ഞാൽ പോലും അതെന്താണെന്ന് എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് വാമദേവൻ. അങ്ങനെ റൂമിൽ ചെന്നിട്ടാണെങ്കിൽ കണ്ണൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അച്ഛനെ പറ്റി അവരെന്താ സംസാരിച്ചതെന്ന് കേട്ട് നോക്കാമെന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത ആ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. അപ്പോൾ മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, താൻ ആ കാഴ്ച കണ്ടതിന് ശേഷം കുറേ നാൾ സമാധാനത്തിൽ ഉറങ്ങിയിട്ടില്ല. അപ്പം ലേഖ ചോദിക്കുന്നു, ജീവന് തുല്യം സ്നേഹിച്ച അമ്മയോട് പോലും എന്തിനാ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? അത് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു, എൻ്റെ അമ്മയെ ഞങ്ങളെയൊക്കെ കൊല്ലുമെന്നും പറഞ്ഞ്, അതുകൊണ്ടാണ് മറച്ചു വെച്ചത്. പിന്നെ ദൈവഹിതം പോലെ ഞങ്ങൾ കണ്ണേട്ടനെ കാണാറുണ്ടായിരുന്നു, പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാറില്ലായിരുന്നു. പിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ കണ്ടുമുട്ടിച്ചത്. ഈശ്വരന്മാർ ഞങ്ങളുടെ വളർച്ച അറിഞ്ഞ് ഒരു കാലത്ത് ഒന്നാക്കാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ടായിരുന്നായിരിക്കും അന്നേ. അപ്പം അനന്ത് പറയുന്നു, പേടിക്കേണ്ട, കണ്ണൻ ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞാൽ പോലും വിശ്വസിക്കും, മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞ് മഹിയെ സമാധാനിപ്പിക്കുന്നു. അതെല്ലാം കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ദേഷ്യം പിടിക്കുന്നു. ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞ് ആ ഇയർഫോണൊക്കെ എടുത്ത് എറിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിഷമിച്ച് പൊട്ടിക്കരയുന്നുണ്ട് വാവിട്ട്. അതേസമയം വാമദേവനും ദുർഗയായിട്ടിരുന്ന് സംസാരിക്കുവാണ്. അല്ല, കണ്ണനാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ടല്ലോ, അത്രയ്ക്ക് സന്തോഷമൊന്നും അവൻ്റെ മുഖത്ത് കാണുന്നില്ല. നീ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഞാനാണെങ്കിൽ അതിനേക്കായി 100 കൂട്ടം പ്രശ്നത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാനും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞും തള്ളയായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങളെ എല്ലാവരെയും അവൻ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനുള്ളിൽ എന്നെ അവൻ ജയിലിലാക്കുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അതെന്താ മാമയേട്ട അങ്ങനെ പറയുന്നത്? അല്ല, കണ്ണനും അനന്തവും ഒരു വക്കീലന്മാരല്ലേ, ഇനി അവരെങ്ങാനും കള്ളക്കേസി എന്നെ അകത്താക്കുമെന്ന എൻ്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കലി പിടിച്ചാണ് പുള്ളിക്കാരൻ വരുന്നത്. മഹാലക്ഷ്മിയും ലേഖയും അനന്തവും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട്. അപ്പം കണ്ണനാണെങ്കിൽ വരുന്നത് കണ്ടിട്ട് ദുർഗ എണീറ്റ് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്ക് പോകുക? ഞാൻ പുറത്തേക്ക് പോകുക. എല്ലാവരുടെയും ഒന്ന് പറഞ്ഞ് രണ്ടാമതാണെങ്കിൽ ഭയങ്കര തർക്കുത്തരം. അപ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, ചടങ്ങുകളെല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ നടന്നു, എങ്കിലും എൻ്റെ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുക, ആ കുഞ്ഞ് നിൻ്റെ തന്നെയാണോ? അതെൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കള്ളം പറയാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മേലെ ഇതാണക്കത്തെ അനാവശ്യ വർത്തമാനങ്ങളൊന്നും പറയരുതെന്ന് പറയുമ്പം വാമദേവൻ ദുർഗയോട് പറയുന്നുണ്ട്, എന്താ ദുർഗേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മേലെ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാനല്ലേ അറിയാവൂ എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടാണ് ഉണ്ണിയും കരുണയും അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്, അതിനപ്പുറം ഭാരിച്ച കാര്യങ്ങളൊന്നും തിരക്കാൻ വരണ്ട. ഇനി ഒരു പക്ഷേ അതെൻ്റെ കുഞ്ഞല്ലെങ്കിൽ പോലും ഞാൻ സഹിച്ചാൽ പോരെ, അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റൊന്നും എടുക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കാണ്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം നീ എൻ്റെ ഒരു കാര്യവും പങ്ക് പറ്റിയിട്ടില്ലേ? മിണ്ടാപ്രാണികൾക്ക് ആഹാരം കൊടുക്കുന്നത് അത് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നുമില്ലെങ്കിൽ വാലെങ്കിലും ആട്ടി കാണിക്കും. എന്തായാലും മനുഷ്യർക്ക് വാലാട്ടി കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഉണ്ണി പറയുന്ന സമയത്ത് നല്ല തർക്കുത്തരമാണെങ്കിൽ കണ്ണൻ തിരിച്ച് മറുപടിയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകുന്നു, കണ്ണനാകെ ഓക്കെ അല്ല. അങ്ങനെ ഇറങ്ങിപ്പോകാൻ നേരത്ത് എനിക്ക് കഴിക്കാനായിട്ട് ഫുഡൊന്നും മാറ്റി വെക്കണ്ട, ഞാൻ പുറത്തേക്ക് പോകുക, കുറച്ച് കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് പോകുമ്പം, ഓ ഫുഡ് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞത് വിഷവും കാണും കലർത്തി തരുമെന്ന് വിചാരിച്ചിട്ടാണോ? എന്താണെന്ന് വെച്ചാൽ വിചാരിച്ചോ, എനിക്ക് ഈ ലോകത്തെ ഒറ്റ ഒരാളെ വിശ്വാസമില്ല എന്ന് പറഞ്ഞു പോകുമ്പം, ഈ ലോകത്ത് ഒറ്റ ഒരാളെ വിശ്വാസമില്ലെന്ന് അവൻ പറഞ്ഞതിനർത്ഥം അവൻ്റെ ഭാര്യയും കൂടി ആയിരിക്കത്തില്ലേ എന്ന് ദുർഗയാണെങ്കിൽ വാമദേവനോട് ചോദിക്കുന്നു. അങ്ങനെ തന്നെ എനിക്കും തോന്നിയെന്ന് ഉണ്ണിയും പറയുന്നു. അവളുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം അവന് നല്ല മാറ്റമുണ്ട്, അവൻ ആകെ ദേഷ്യം. ഇനി
അവൻ്റെ കുഞ്ഞല്ലെന്നുള്ള സത്യം അവൻ തിരിച്ചറിഞ്ഞു കാണുമോ? ഇനി ശരിക്കുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ അവകാശം ചോദിച്ച് വന്നതും കാണോ അറിഞ്ഞിട്ടുള്ള ദേഷ്യമായിരിക്കുമോ? എൻ്റെ പൊന്ന് ദുർഗെ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇന്നത്തെ കാലത്ത് അവൻ പറഞ്ഞതുപോലെ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കുകയേ വേണ്ട. അവൻ്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി പറ്റിയിട്ടുണ്ട്. അപ്പം കരുണ ചോദിക്കുന്നു, എന്നാലും അയാൾ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്തിനായിരിക്കും അമ്മാവ? അതെനിക്കറിയില്ല. എന്തായാലും അവൻ്റെ മനസ്സിൽ എന്തോ കയറി പറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ കരുണയും വാമദേവൻ അമ്മാവനും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴും ദുർഗയ്ക്ക് ഒന്നും മനസ്സിലാവാത്ത മട്ടിന് ഇങ്ങനെ നിൽക്കുവാണ്. പുള്ളിക്കാരിക്കൊന്നും അറിയത്തില്ലല്ലോ. അതേസമയം പുറത്തേക്ക് വരുന്ന കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടെ സുമേഷ് ഏട്ടനോട് പറയുന്നു, വണ്ടി എടുക്കുക. അപ്പോൾ എങ്ങോട്ടേക്കാന്ന് നോക്കുമ്പോൾ എങ്ങോട്ടേന്ന് അറിഞ്ഞിട്ടേ വണ്ടി എടുക്കുകയുള്ളൂ, മര്യാദയ്ക്ക് എടുക്കാൻ പറയുന്നു. ഭാരിച്ച കാര്യങ്ങളൊന്നും തിരക്കണ്ടെന്ന് സുമേഷ് ഏട്ടനോട് ദേഷ്യം പിടിക്കുന്നുണ്ട് കണ്ണൻ. സോറി സാർ, ഇപ്പം തന്നെ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞ് സുമേഷ് ആണെങ്കിൽ വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്കും ആകെ കലി പിടിച്ചിരിക്കുവാണ് വണ്ടിയിൽ. വീട് വിട്ട് ഒരു പകുതി സ്ഥലം ആയപ്പോഴത്തേക്കും കണ്ണനാണെങ്കിൽ സുമേഷിനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ അല്പസമയത്തിന് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് വരൂ. ഇനി എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ പോയിക്കോ, ഞാൻ വിളിച്ചു കഴിയുമ്പം ഇവിടെ കാണണം എന്നേ ഉള്ളെന്ന് പറഞ്ഞ് സുമേഷിനെ അവിടെ ഇറക്കി വിട്ടിട്ട് ഹൈ സ്പീഡിന് കണ്ണനാണെങ്കിൽ വണ്ടി എടുത്ത് ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. അച്ഛനും കണ്ണനുമായിട്ട് ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സ്പോട്ടിൽ വന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം മഹിയാണെങ്കിൽ ലേഖയോട് പറയുന്നുണ്ട്, കണ്ണേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല, ഇനി എന്ത് പറ്റി കാണും എന്നാലോചിച്ച് ഇങ്ങനെ രണ്ടുപേരും ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി കണ്ണൻ്റെ തീരുമാനവും പുറപ്പാടും കാത്തിരിക്കാം.